കിഴക്കൻ ലഡാക്കിലെ കൊടും തണുപ്പും ഹിമാലയൻ മലനിരകളിലെ ദുർഘടമായ ഭൂപ്രകൃതിയും മനുഷ്യർക്ക് എപ്പോഴും നിരീക്ഷിക്കാൻ കഴിയാത്ത ഇടങ്ങളാണ്. ഇവിടെയാണ് ശത്രുരാജ്യങ്ങളുടെ സാങ്കേതിക സഹായത്തോടെ അതിർത്തികളിൽ ഡ്രോൺ കടന്നുകയറ്റങ്ങൾ നടക്കുന്നത്. ഈ വലിയ ലക്ഷ്യത്തിന് കരുത്തു പകരാൻ ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളും പ്രതിരോധ സ്റ്റാർട്ടപ്പുകളും ഒരുപോലെ രംഗത്തെത്തിക്കഴിഞ്ഞു. പ്രതിരോധ മേഖലയിലെ തദ്ദേശീയവൽക്കരണം കേവലം സർക്കാർ സ്ഥാപനങ്ങളെ കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നല്ല. അതിബൃഹത്തായ ലക്ഷ്യമാണ് ഭാവിയെ സംബന്ധിച്ച് ഇന്ത്യക്കുള്ളത്. വരും വർഷങ്ങളിൽ കരസേനയ്ക്ക് മാത്രം വിവിധ തന്ത്രപ്രധാനമായ ദൗത്യങ്ങളിൽ ഉപയോഗിക്കാൻ ഏകദേശം 1,00,000-ഓളം ഡ്രോണുകൾ വിന്യസിക്കുകയാണ് ലക്ഷ്യം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ സാങ്കേതികവിദ്യയാണ് സ്വാം ഡ്രോണുകൾ. ഐഡിയ ഫോർജ്, അദാനി ഡിഫൻസ്, ടാറ്റ, ഗരുഡ എയറോസ്പേസ്, ന്യൂ സ്പേസ് തുടങ്ങി ഇന്ത്യൻ കമ്പനികൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ഡ്രോണുകളാണ് നിർമ്മിക്കുന്നത്. സോളാർ എനർജി ഉപയോഗിച്ച് മാസങ്ങളോളം ആകാശത്ത് തുടരാൻ കഴിയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റുകൾ വരെ ഇന്ത്യ വികസിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ അടുത്ത വലിയ സൈനിക വാങ്ങലുകളുടെ പട്ടികയും പ്രതിരോധ ബജറ്റും വിശദമായി പരിശോധിച്ചാൽ തന്ത്രപരമായ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ കോടിക്കണക്കിന് ഡോളർ ചിലവാക്കി നമ്മൾ വിദേശത്തു നിന്നും വാങ്ങിയിരുന്ന വൻകിട യുദ്ധ ടാങ്കുകളോ വിദേശ നിർമ്മിത യുദ്ധവിമാനങ്ങളോ മാത്രമല്ല ഇന്ന് മുൻപന്തിയിലുള്ളത്. പകരം ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് അവരുടെ താവളങ്ങളിൽ ചെന്ന് നിശബ്ദമായി വൻ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഡ്രോണുകളും UAVകളുമാണ് ഇന്നത്തെ താരം. ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും സംയുക്തമായി ഏകദേശം 20,000 കോടി രൂപയുടെ അത്യാധുനിക UAVകളും നിരീക്ഷണ ഡ്രോണുകളും വാങ്ങാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. സ്വന്തം നിലയ്ക്ക് ഡ്രോണുകളും ഡ്രോൺ പ്രതിരോധ ആയുധങ്ങളും വികസിപ്പിച്ചെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ വ്യവസായ മേഖലയോട് ആഹ്വാനം ചെയ്തതിന് പിന്നിൽ വലിയൊരു ദീർഘവീക്ഷണമുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ യുദ്ധമുറകളെ നിർവചിക്കുന്ന സാങ്കേതിക വിദ്യകളുടെ കേവലം ഉപഭോക്താക്കൾ മാത്രമാകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പകരം ഈ സാങ്കേതിക വിദ്യകളുടെ മുൻനിര നിർമ്മാതാക്കളും ആഗോള കയറ്റുമതിക്കാരുമാകാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഒരു യുദ്ധവിമാനത്തിന് 100 കണക്കിന് കോടികൾ വില വരുമ്പോൾ അതിനേക്കാൾ അപകടകാരിയായ ഒരു ഡ്രോൺ സിസ്റ്റത്തിന് ചിലവാകുന്നത് അതിൻ്റെ ചെറിയൊരു ശതമാനം മാത്രമാണ്. മാത്രമല്ല, സൈനികരുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയവുമില്ല. എന്നാൽ ഈ 20,000 കോടിയുടെ വലിയ ഡ്രോൺ വിപ്ലവത്തിന് പിന്നിലെ യഥാർത്ഥ മെയ്ഡ് ഇൻ ഇന്ത്യ യാഥാർത്ഥ്യം എന്താണ്? നമ്മുടെ തദ്ദേശീയ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഈ വലിയ ദൗത്യത്തിന് എത്രത്തോളം സജ്ജമാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു പ്രോഫിറ്റ് എക്സ്പ്ലെയിനർ. സമീപകാലത്തെ ആഗോള യുദ്ധങ്ങളും അതിർത്തി മേഖലകളിൽ നടന്ന തന്ത്രപ്രധാന പരീക്ഷണങ്ങളും ഇന്ത്യയുടെ സൈനിക ചിന്താഗതിയെ പൂർണ്ണമായും മാറ്റിമറിച്ചു. പരമ്പരാഗത യുദ്ധമുറകൾക്ക് പകരമായി ആകാശത്ത് മണിക്കൂറുകളോളം പതിയിരുന്ന് ലക്ഷ്യം കണ്ടെത്തി സ്വയം പൊട്ടിത്തെറിക്കുന്ന കാമിക്കാസെ ഡ്രോണുകളാണ് ഇന്ന് കളിയുടെ നിയമങ്ങൾ മാറ്റുന്നത്. 2ാം ലോകമഹായുദ്ധത്തിൽ ശത്രുക്കപ്പലുകളിലേക്ക് വിമാനം ഇടിച്ചിറക്കിയിരുന്ന ജാപ്പനീസ് സൂയിസൈഡ് പൈലറ്റുമാരിൽ നിന്നുമാണ് കാമിക്കാസെ എന്ന പേര് ആ ഡ്രോണുകൾക്ക് ലഭിച്ചത്. കിഴക്കൻ ലഡാക്കിലെ കൊടും തണുപ്പും ഹിമാലയൻ മലനിരകളിലെ ദുർഘടമായ ഭൂപ്രകൃതിയും മനുഷ്യർക്ക് എപ്പോഴും നിരീക്ഷിക്കാൻ കഴിയാത്ത ഇടങ്ങളാണ്. ഇവിടെയാണ് ശത്രുരാജ്യങ്ങളുടെ സാങ്കേതിക സഹായത്തോടെ അതിർത്തികളിൽ ഡ്രോൺ കടന്നുകയറ്റങ്ങൾ നടക്കുന്നത്. ഇന്ത്യ ഈ വെല്ലുവിളികളെ ശക്തമായി പ്രതിരോധിക്കുന്നത് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്. DRDO വികസിപ്പിച്ച D4 ആൻറ്റി ഡ്രോൺ സിസ്റ്റം, തദ്ദേശീയമായി വികസിപ്പിച്ച ഇൻ്റഗ്രേറ്റഡ് കൗണ്ടർ UAS ഗ്രിഡ് എന്നിവ ഇതിൽ അതിപ്രധാനമാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ച് മാത്രം പ്രതിരോധ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്നും നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ ഡ്രോണുകൾ നമ്മുടെ മണ്ണിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്നുമുള്ള വലിയൊരു പാഠമാണ് ആധുനിക യുദ്ധമുഖങ്ങൾ ഇന്ത്യക്ക് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ അതിൽ വലിയൊരു പങ്കുവഹിച്ചു. ഈ വലിയ ലക്ഷ്യത്തിന് കരുത്തു പകരാൻ ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളും പ്രതിരോധ സ്റ്റാർട്ടപ്പുകളും ഒരുപോലെ രംഗത്തെത്തിക്കഴിഞ്ഞു. പ്രതിരോധ മേഖലയിലെ തദ്ദേശീയവൽക്കരണം കേവലം സർക്കാർ സ്ഥാപനങ്ങളെ കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നല്ല. ടാറ്റ ഗ്രൂപ്പിൻ്റെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ്, അതുപോലെ പ്രതിരോധ സ്റ്റാർട്ടപ്പായ ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് തുടങ്ങിയ തദ്ദേശീയ സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ച 1,577 കോടി രൂപയുടെ കരാർ ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ ഓർഡറുകളിൽ ഒന്നാണ്. ALS-50 പോലെയുള്ള UAVകൾ ഈ പദ്ധതിയിലൂടെ തദ്ദേശീയമായി നിർമ്മിക്കും. ആകാശത്ത് മണിക്കൂറുകളോളം ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ വട്ടമിട്ട് പറന്ന് കൃത്യമായ ലക്ഷ്യസ്ഥാനം കണ്ടെത്തി അതിലേക്ക് ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കാൻ ഇവയ്ക്ക് കഴിയും. റൺവേകളുടെ ആവശ്യമില്ലാതെ ഹെലികോപ്റ്ററുകളെ പോലെ കുത്തനെ പറന്നുയരാനും ലാൻഡ് ചെയ്യാനും സാധിക്കുന്ന വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് സാങ്കേതികവിദ്യയാണ് ഈ UAVകളിലുള്ളത്. ഉയർന്ന ഹിമാലയൻ മലനിരകളിൽ ഇവ വളരെ എളുപ്പത്തിൽ വിന്യസിക്കാം. 100 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഇവയ്ക്ക് ശത്രുരാജ്യങ്ങളുടെ കടുത്ത ഇലക്ട്രോണിക് ജാമിങ്ങിനെയും സിഗ്നൽ സ്റ്റഫിങ്ങിനെയും അതിജീവിച്ച് GPS ഇല്ലാതെ പോലും കൃത്യമായ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അതിബൃഹത്തായ ലക്ഷ്യമാണ് ഭാവിയെ സംബന്ധിച്ച് ഇന്ത്യക്കുള്ളത്. വരും വർഷങ്ങളിൽ കരസേനയ്ക്ക് മാത്രം വിവിധ തന്ത്രപ്രധാനമായ ദൗത്യങ്ങളിൽ ഉപയോഗിക്കാൻ ഏകദേശം 1,00,000-ഓളം ഡ്രോണുകൾ വിന്യസിക്കുകയാണ് ലക്ഷ്യം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ സാങ്കേതികവിദ്യയാണ് സ്വാം ഡ്രോണുകൾ. ആകാശത്ത് പക്ഷികൾ കൂട്ടമായി പറക്കുന്നത് കണ്ടിട്ടില്ലേ?
അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 50 മുതൽ 100 കണക്കിന് ഡ്രോണുകൾ ഒരുമിച്ച് പറക്കുന്ന രീതിയാണിത്. ഇവ പരസ്പരം ആശയവിനിമയം നടത്തുകയും തനിയെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇത്രയധികം ഡ്രോണുകളെ ഒരേ സമയം വെടിവെച്ചിടാൻ കഴിയില്ല. ഒരു ഡ്രോൺ തകർന്നാലും അതിലെ നിർമ്മിത ബുദ്ധി മറ്റ് ഡ്രോണുകൾക്ക് നിർദ്ദേശം നൽകി ദൗത്യം പൂർത്തിയാക്കും. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആർട്ടിലറി യൂണിറ്റുകളിലും പ്രതിരോധ ബാറ്ററികളിലും, ഉദാഹരണത്തിന് ശക്തിബാൺ, ദിവ്യാസ്ത്ര പോലെയുള്ള തന്ത്രപ്രധാന യൂണിറ്റുകൾ, ഇത്തരം സാങ്കേതിക വിദ്യകൾ വലിയ തോതിൽ സംയോജിപ്പിക്കുകയാണ്. പീരങ്കികൾക്ക് എത്താൻ കഴിയാത്ത ദൂരത്തിലുള്ള മലയിടുക്കുകളിലെ ശത്രു ബങ്കറുകൾ തകർക്കാൻ ഇന്ന് ഇത്തരം കാമികാസെ ഡ്രോണുകളാണ് ഏറ്റവും മികച്ച ആയുധം. ഈ വലിയ തദ്ദേശീയ സ്വപ്നങ്ങൾക്കിടയിലും നാം തികച്ചും കടുത്ത ഒരു യാഥാർത്ഥ്യം നേരിടേണ്ടതുണ്ട്. ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന ഡ്രോണുകൾ ശരിക്കും പൂർണ്ണമായും മെയ്ഡ് ഇൻ ഇന്ത്യ ആണോ? ഒരു ഡ്രോണിൻ്റെ കാതൽ എന്നത് അതിൻ്റെ സോഫ്റ്റ്വെയർ മാത്രമല്ല, അതിനുള്ളിലെ പ്രധാന ഭാഗങ്ങളായ ബ്രഷ്ലെസ് DC മോട്ടറുകൾ അഥവാ BLDC മോട്ടറുകൾ, ഇലക്ട്രോണിക് സ്പീഡ് കൺട്രോളറുകൾ, കാർബൺ ഫൈബർ ഫ്രെയിമുകൾ, ലിഥിയം അയോൺ ബാറ്ററികൾ, ക്യാമറ സെൻസറുകൾ എന്നിവയാണ്. നിർഭാഗ്യവശാൽ ഇവയുടെ ആഗോള വിതരണ ശൃംഖലയിൽ ഇപ്പോഴും കടുത്ത ചൈനീസ് മേധാവിത്വമാണ് ഉള്ളത്. പുറംചട്ടയും അസംബ്ലിങ്ങും ഇന്ത്യയിൽ നടക്കുമ്പോഴും ഇതിൻ്റെ ഹാർഡ്വെയർ ഭാഗങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത് സൈനിക സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ്. ഒരു യുദ്ധമുണ്ടായാൽ വിതരണ ശൃംഖല തടസ്സപ്പെടാൻ അത് കാരണമാകും. ഡ്രോണിൻ്റെ സോഫ്റ്റ്വെയറും പുറംചട്ടയും മാത്രമല്ല, അതിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റുകളും ചിപ്പുകളും ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഇത് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ചൈനീസ് ആശ്രിതത്വം ഇല്ലാതാക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് പദ്ധതികളും ഇന്നോവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് എന്ന ആശയവും വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷനിലൂടെ തദ്ദേശീയമായ മൈക്രോ ചിപ്പുകൾ നിർമ്മിക്കുന്നതും ഈ ഡ്രോൺ വിപ്ലവത്തിന് അടിത്തറപ്പാകും. ഇന്ത്യയുടെ ലക്ഷ്യം കേവലം സ്വന്തം അതിർത്തികൾ കാക്കുക എന്നത് മാത്രമല്ല, ചൈനയുടെയും അതുപോലെ ആഗോളതലത്തിൽ ഹിറ്റായ തുർക്കിയുടെ ബേറക്തർ ഡ്രോണുകൾക്കും ബദലായി ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ കയറ്റുമതി ഹബ്ബായി മാറുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ബ്രഹ്മോസ് മിസൈലുകളും പിനാക്ക റോക്കറ്റ് സിസ്റ്റങ്ങളും വിദേശ രാജ്യങ്ങൾ വാങ്ങാൻ തുടങ്ങിയതുപോലെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ ഡ്രോണുകൾക്കും ആഗോള വിപണിയിൽ വൻ ഡിമാൻഡുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഫിലിപ്പീൻസ്, അർമേനിയ തുടങ്ങിയ സൗഹൃദ രാജ്യങ്ങൾ ഇന്ത്യൻ സാങ്കേതിക വിദ്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഐഡിയ ഫോർജ്, അദാനി ഡിഫൻസ്, ടാറ്റ, ഗരുഡ എയറോസ്പേസ്, ന്യൂ സ്പേസ് തുടങ്ങി ഇന്ത്യൻ കമ്പനികൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ഡ്രോണുകളാണ് നിർമ്മിക്കുന്നത്. സോളാർ എനർജി ഉപയോഗിച്ച് മാസങ്ങളോളം ആകാശത്ത് തുടരാൻ കഴിയുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റുകൾ വരെ ഇന്ത്യ വികസിപ്പിക്കുകയാണ്. അതിർത്തിയിലെ സങ്കീർണമായ വെല്ലുവിളികളെ നേരിടാനും 21ാം നൂറ്റാണ്ടിലെ വലിയ ആഗോള സൈനിക ശക്തിയായി മാറാനും തദ്ദേശീയ ഡ്രോൺ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ്. കേവലം ഡ്രോണുകൾ വാങ്ങിക്കൂട്ടുന്നതിൽ ഒതുങ്ങാതെ അവയുടെ ഹാർഡ്വെയർ ഉൽപ്പാദനത്തിലും സെമി കണ്ടക്ടർ നിർമ്മാണത്തിലുമുള്ള വിദേശ ആശ്രയത്വം പൂർണ്ണമായും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സംഭവിക്കുന്നതോടെ ഇന്ത്യയുടെ 20,000 കോടിയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ ഡ്രോൺ വിപ്ലവം പൂർണ്ണതയിലെത്തുകയും നമ്മുടെ ആകാശ കവചം ഒരു ശത്രുവിനും ഭേദിക്കാനാവാത്ത വിധം സുരക്ഷിതമായി മാറുകയും ചെയ്യും. ഈ വലിയ മാറ്റത്തിൻ്റെ ആദ്യ ചുവടുകൾ മാത്രമാണ് നാം ഇന്ന് കാണുന്നത്.